മുരിങ്ങയല്ല, ഡോക്ടർ മുരിങ്ക. നമ്മുടെയൊക്കെ ഇഷ്ടവിഭവമായ മുരിങ്ങയെ സൗദികൾ വിളിക്കുന്നത് അങ്ങനെയാണ്. മുരിങ്ങയുടെ അപാരമായ ഔഷധ ഗുണം മനസ്സിലാക്കിയത് കൊണ്ടാണ് അറബികൾ അങ്ങനെ വിളിക്കുന്നത്. മുരിങ്ങ നമ്മുടെ ഇഷ്ടവിഭവമാണെന്ന് പറഞ്ഞ് മലയാളികൾ പക്ഷെ മുരിങ്ങയെ അത്രയധികം അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാകും അറബ് നാട്ടിലെത്തിയാൽ. മുരിങ്ങയില കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം, മുരിങ്ങക്കായ കൊണ്ട് സാമ്പാർ ഉണ്ടാക്കാം. അതിനപ്പുറം മുരിങ്ങയെ ഉപയോഗിക്കാൻ സാധാരണ മലയാളിക്ക് അറിയുമോ എന്ന കാര്യം സംശയമാണ്. എന്നാൽ സൗദിയിലെ വിശാലമായ ഈ മുരിങ്ങാത്തോട്ടത്തിൽ നിന്ന് പുറത്തുവരുന്ന വിഭവങ്ങൾ കുറച്ചൊന്നുമല്ല. മുരിങ്ങാ പൂക്കളിൽ നിന്നും ഇവിടെ വളർത്തുന്ന തേനീച്ചകൾ മുരിങ്ങ തേൻ തരുന്നു. മുരിങ്ങക്കായയുടെ കുരുവിൽ നിന്നും മുരിങ്ങ എണ്ണ ലഭിക്കുന്നു. മുരിങ്ങ ഇലയിട്ട് ചായ ഉണ്ടാക്കുന്നു. ഇതിനു പുറമെ മുരിങ്ങയില ഉണക്കിപ്പൊടിച്ച് മരുന്നായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. പ്രമേഹം, കൊളസ്ട്രോൾ, വയറ് സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം മുരിങ്ങാപ്പൊടി ഔഷധമാണെന്ന് അനുഭവസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുരിങ്ങാപ്പൊടി ചൂടുവെള്ളത്തിൽ കലക്കി രാവിലെ വെറും വയറ്റിൽ കുടിക്കണമെന്നാണ് സ്വദേശികൾ പറയുന്നത്. മുട്ടുവേദന, സന്ധിവേദന, മുടികൊഴിച്ചിൽ തുടങ്ങിയവയ്ക്ക് എണ്ണയും പ്രയോജനപ്പെടും. اليوم احنا في مزرعة المورينجا ودكتور مورينجا الدكتور عبد العزيز العبيدة الله يعطيه العافية، فهو المزارع الأول في المملكة العربية السعودية لهذه الشجرة المباركة، سواء من بودرة المورينجا المستخرجة من الأوراق أو كذلك من البودرة المستخرجة من القرون أو العسل المستخرج من زهور المورينجا أو من الزيت المستخرج من هذه البذرة من قرون المورينجا اليابسة. ഏകദേശം 20 ഏക്കറിൽ നിരന്നു കിടക്കുന്ന മുരിങ്ങത്തോട്ടം. ഡോക്ടർ മുരിങ്ങ എന്ന അറബികൾക്കിടയിൽ നാമകരണത്തിലൂടെ പ്രശസ്തമായ മുരിങ്ങത്തോട്ടത്തിൽ വന്നാൽ നിങ്ങൾ കാണുന്ന വല്ലാത്ത ഒരു കാഴ്ചയുണ്ട്. ഏകദേശം 6 രാജ്യങ്ങളിൽ നിന്നും മുരിങ്ങ കൊണ്ടുവന്നിട്ട് ഇവിടെ കൃഷി ചെയ്ത് ആ മുരിങ്ങയിൽ നിന്നും സാധാരണയിൽ വിഭിന്നമായി മുരിങ്ങ ചായ മുതൽ മുരിങ്ങ ഷോർബ മുതൽ പിന്നെ മുരിങ്ങ തേൻ, മുരിങ്ങ എണ്ണ, മുരിങ്ങ പേസ്റ്റ് അടക്കമുള്ളതെല്ലാം ഇവിടെ തന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്ന മലപ്പുറം സ്വദേശികളായ 2 സഹോദരങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ കഥ പറയുന്ന വളരെ വിശാലമായ ഒരു മുരിങ്ങത്തോട്ടം. സൗദിയിലെ ഹായിൽ നിന്നും ഏതാണ്ട് 40 കിലോമീറ്റർ അകലെ അൽ ഖാദ് തുർബിയ എന്ന സ്ഥലത്താണ് ഈ മുരിങ്ങാത്തോട്ടമുള്ളത്. 15 ഏക്കർ സ്ഥലത്ത് 10,000-ലധികം വരുന്ന മുരിങ്ങാ മരങ്ങൾ. ഇന്ത്യയിൽ പോയി മുരിങ്ങയുടെ ഔഷധ ഗുണം പഠിച്ചു മനസ്സിലാക്കി സൗദി പൗരനായ അബ്ദുൽ അസീസ് അൽ ഉബൈദയാണ് ഈ കൃഷി തുടങ്ങിയത്. നടത്തിക്കൊണ്ടു പോകുന്നതാകട്ടെ നിലമ്പൂർ കരുളായി സ്വദേശികളായ ബീരാനും സഹോദരൻ ഷിഹാബും. ഇവിടെ മുരിങ്ങ പരിപാലിക്കുന്നത് തൈകൾ വെച്ച് എന്നല്ലാതെ ഇതെങ്ങനെ പരിപാലിക്കണം എന്നുള്ളത് ഇവിടെ എല്ലാ ആളുകൾക്ക് ഇത് അറിയാതെ വന്നപ്പം ഞങ്ങൾ പിന്നെ ഏകദേശം ഒരു 20 വർഷത്തോളം കെഫീലിൻ്റെ സ്പോൺസറോട് കൂടെ തന്നെ ഉണ്ട്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഭാഗത്ത് കരുളായിലാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തെ ആളുകളെ ഞങ്ങൾക്ക് മുരിങ്ങനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാലോ എന്ന് പറഞ്ഞ് ഞങ്ങളിത് പരിപാലനം ഏൽപ്പിക്കുകയും അതിനുശേഷം പിന്നെ ഈ മുരിങ്ങയിൽ നിന്ന് ഒരു കിട്ടാവുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഞങ്ങൾ ഇതിന് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. 6 രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത ഇനം മുരിങ്ങാച്ചെടികൾ ഇവിടെയുണ്ട്. കേരളത്തിൽ മുരിങ്ങ സുലഭമായി ലഭിക്കുമെങ്കിലും പാഴാക്കി കളയുകയാണ് എന്നാണ് ഇവരുടെ പരാതി. മുരിങ്ങയില ഉണക്കിപ്പൊടിച്ച് ഔഷധമായി നമ്മുടെ നാട്ടിലും ഉപയോഗിക്കാം. എങ്ങനെ വേണം ഇത് ഉപയോഗിക്കാനെന്ന് ബീരാൻ തന്നെ പറഞ്ഞു തരും. നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം സൂര്യപ്രകാശം ഡയറക്റ്റ് കൊള്ളാത്ത രീതിയിൽ ഉണക്കിയെടുത്തിട്ട് ഇതിൻ്റെ കൊമ്പും കോച്ചിലൊക്കെ ഒഴിവാക്കിയിട്ട് ഇല മാത്രം ഗ്രീൻ ടീ ആയിട്ട് ഉപയോഗിക്കുന്നു. അത് പൊടിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണത്, പൊടി ഷുഗർ, കൊളസ്ട്രോൾ പോലത്തെ നമ്മളെ രോഗങ്ങൾക്ക് വെള്ളത്തിൽ ചൂടാക്കി ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് 2 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ഒരു 45 ദിവസം എങ്കിലും തുടർച്ചയായിട്ട് ഉപയോഗിക്കുക. ഇത് നാട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാണിച്ചു തരുന്നത്. കാരണം സൗദി അറേബ്യ നാട്ടിൽ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മുരിങ്ങാമരം വൃക്ഷം പറഞ്ഞതാണ്, ആരും തള്ളിക്കളയരുത്. കഴിഞ്ഞ വർഷം മാത്രം മുരിങ്ങയുടെ 4 ടൺ പൗഡറാണ് ഇവിടെ വിറ്റുപോയത്. മുരിങ്ങയുടെ കൊമ്പുകൾ പൊടിച്ച് വളമായും മൃഗങ്ങൾക്ക് ഭക്ഷണമായും ഉപയോഗിക്കുന്നു. മുരിങ്ങയ്ക്ക് പുറമെ മുന്തിരി, നാരങ്ങ, പപ്പായ, റുമാൻ, അത്തിപ്പഴം, സൈത്തൂൻ, മാങ്ങ തുടങ്ങിയവയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്.